അപ്പാപ്പ അപ്പാപ്പ ഓ, ഇതൊരു പാട്ടായി നിങ്ങളെ ഇനി വിളിക്കല്ലേ. സെർവർ ഓണാക്കിത്ത അപ്പാപ്പ. സർവർ ഓണായി നിങ്ങളെ. കേറാൻ പറ്റാത്ത എന്താ? വെബ്സൈറ്റ് വഴി കയറി വെക്കോ കറന്റ് ഡീഡോസ് അടിച്ചാൽ ചെയ്യുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആണ്, അതുകൊണ്ടാണ് കണക്ട് ആകാത്തത്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. അതാണ് സിറ്റിക്കകത്ത് പി.എൽ.ഇല്ല. ഇത് എന്റെ സെർവർ അല്ലേ അപ്പാപ്പ? അതെ, കുറച്ച് നേരത്തെ കയറുന്നായിരുന്നു നിങ്ങളെ, അകത്തായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാനിപ്പോഴും സിറ്റിക്കകത്ത് നിൽക്കുക. ഞാനും നിങ്ങളൊക്കെ ഇപ്പം കേറിയോ? അകത്തുള്ള ഒരു കേബിളാ. നേരത്തെ നേരത്തോട്ടുള്ളതാണ്. ഇത് എന്ത് പി.എൽ അടിച്ചുകൊണ്ട് ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിരിക്കുവായിരുന്നു. കത്തിപ്പോണ്ടിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് ആ, കേറി 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 കേറി. ഇല്ല, ഡൗൺലോഡിങ് കണ്ടന്റ് മാനിഫെസ്റ്റേഷൻ സ്റ്റക്ക് ആയി നിൽക്കുക. ചെറുതായിട്ട് ഞാൻ കൊറേ കറണ്ട് പോയി. കണ്ടന്റ് മാനിഫെസ്റ്റ് പറ്റുന്നില്ല. 20 മിനിറ്റോളം ആയിട്ടല്ല. ഇത് ഡിസ്കോഡ് ചെയ്യേണ്ടി വരും. അത് ടെസ്റ്റ് വെബ്സൈറ്റ് വഴി നോക്കണോ? വെബ്സൈറ്റ് വഴി നോക്കി നോക്ക്. ഞാൻ ലൈവ് ഇട്ടുതരാം. രണ്ടും ഒരേ ഐ.പി.ലോട്ടല്ലേ പോണേ? ആ, ഇനി അത് രണ്ടും വെബ്സൈറ്റ് വഴി ഒരു എനിക്ക് ചേഞ്ചും ഇല്ലടാ, അറിഞ്ഞൂടാ. സെയിം ആയി. ബ്രോ എന്തുവാ ബ്രോ പറഞ്ഞു കൊടുക്കണേ? എനിക്കും അറിഞ്ഞൂടാ. വെബ്സൈറ്റ് വഴി കൊടുക്കുമ്പോ ഇത് ഞാനും ഇതല്ലേ ഇതല്ലേ കാണാൻ? അത് ഞാനും കൊറേ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഇത് രണ്ടും ഒരേ ഐ.പി.ലോട്ടാ റീഡയറക്ട് ആവുന്നത്. അത് റീഡയറക്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണ്ടടാ, ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ ഒരു മിട്ടാണ് വെബ്സൈറ്റ് വഴി കറക്റ്റ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കൊടുത്താ സമാധാനത്തിന് വേണ്ടി. സമ്മതിക്കണ്ടേ, എന്ത് ചെയ്യാനാ? ആരും ഇതൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത്? ഇത് കൊറേ നേരമായിട്ടുണ്ട്, ഉച്ചയ്ക്ക് തൊട്ടേ ഉണ്ട് എന്റെ ഇതില്. റിക്രൂട്ട്മെന്റ് ആണ്, റിക്രൂട്ട്മെന്റ് ആണ്, റിക്രൂട്ട്മെന്റ് ആണ്. ഇത് സ്റ്റക്ക് ആണ് കേട്ടോ. സിറ്റി പറ്റിയില്ലെങ്കിൽ നമ്മള് ഇന്ന് എന്താ പറയാ, വീസിൽ എടുത്ത് റിക്രൂട്ട് ചെയ്തല്ലേ? ഇല്ല പാപ്പ, സിറ്റി തന്നെ റിക്രൂട്ട് ചെയ്യുള്ളൂ. അപ്പാപ്പന്റെ ഓർമ്മ പോയി, ഓർമ്മ പോയി. അപ്പാപ്പന്റെ ഓറ ഒന്നും ഇവിടെ നടക്കൂല. സിറ്റി അപ്പാക്കി തന്നെ. കമ്മ്യൂണിറ്റി മൊത്തം എന്റെ സെർവറിനാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ എനിക്ക് കേറാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഓറ പോവില്ലേ? സത്യം കുഴപ്പമുണ്ടോ? ഇതൊക്കെ അപ്പാപ്പ ഓരോ മറ്റേ നുറുക്ക് സാധനങ്ങൾ തട്ടിക്കൂട്ടി വെച്ചിരിക്കുമല്ലേ? കേട്ടാ, ഞെക്കിട്ട് വരണ പോലും ഇല്ല. ഓപ്പൺ ഫൈവ് ഇതെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാ ഇതെല്ലാം. ഇല്ല എന്നാ കണ്ടന്റ് മാനിഫെസ്റ്റ്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമ്മുടെ സെർവർ വാങ്ങിക്കാൻ ബ്രോക്കർമാർ കുറെ പേര് ഇപ്പൊ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ഗൈസ്, ഈ സെർവറിന്റെ ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടി ഇപ്പൊ ഒരു 20 lakhs. അപ്പൊ അല്ല, എന്നാലും നമുക്ക് കൊടുക്കുമ്പോ പ്രോഫിറ്റോട് കൊടുക്കണ്ടേ? 22 ലക്ഷം രൂപ. 22 സർവറിന്റെ എക്സ്പെൻസ് ആണ് 20 lakhs. മനസ്സിലായോ? സെർവറിന്റെ എക്സ്പെൻസ്. പക്ഷെ ഇത് ആരും ഇല്ലാത്ത സർവർ അല്ല. ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്ന ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ നമ്പർ 1 സർവർ ആണ്. ബ്രോ, ഞാൻ എല്ലാം കൂടെ പറയാം. ബ്രാവോ ഇതിൽ മുടക്കിയ പൈസ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, പ്ലസ് ഇപ്പോഴത്തെ പ്ലെയർ ബേസ്, ഇപ്പോഴത്തെ ഇതിലൂടെ ചേർത്ത്. പക്ഷെ ഞങ്ങള് ഇത് ഈ സെർവർ വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങള് 2 ഗാങ്സ്, ഞങ്ങള് ടിവിയും കേവിയും ഇവിടെ നിന്ന് ഇറങ്ങും. ബാക്കി നിങ്ങൾക്ക് ഈ സെർവർ നടത്താം. ഈ സെർവറിന് നമുക്കിപ്പോ അത്രക്ക് നിനക്ക് മറ്റേ സെർവർ മേടിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ 22 ലക്ഷം രൂപ, അല്ല ഒരു 25 നമ്മൾ ഇത്രയേ ഉള്ളൂ. 25 ലക്ഷം രൂപ ബ്രാവോക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എക്സ്ലാൻഡിസ് സെർവർ എഴുതി തരും. ഉറപ്പുണ്ടെങ്കിൽ വരാം, ബ്രാവോയെ കോൺടാക്ട് ചെയ്യാം, സെർവർ എഴുതി തരും. ഞങ്ങൾ പുതിയൊരു സെർവർ തുടങ്ങി, ഞങ്ങളും കേവി എല്ലാം അവിടെ കളിച്ചോളാം. നല്ല ലാഭമുള്ളവരുടെ സത്യം കിട്ടും. എന്റെ പൈസ ഉണ്ടായിരുന്ന ഇപ്പൊ മേടിച്ചേനെ, ഈ സ്പോട്ട് മേടിച്ചേനെ. 25 കുറവാണ്, എന്നാലും ഇല്ല നമുക്ക് കൊടുക്കാം. നമ്മള് ഡിസ്കൗണ്ടിൽ ഇട്ടേക്കും. ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. 25 ലക്ഷം. അതെ, കല്യാൺ സിൽസിൽ അഡീഷണൽ തുടങ്ങി. ഇപ്പൊ വേറെ കളർ ഉണ്ടോ? ഇല്ല, ഈ ഒരു ഒറ്റ കളർ തീമിലേ ഉള്ളൂ ഈ സെർവർ, വേറെ ഇല്ല. മഞ്ഞയിലാക്കി കൊടുക്കാനാണോ അത്? ഞാനും കയറി. കേറുന്നുണ്ട് പ്ലേസ് 200. വിഷു ഓഫർ ആയിട്ട് നമുക്ക് ഒരു 24,99,999 രൂപയ്ക്ക് തരാം. അതെ, ഒരു ഓഫർ, വിഷു ഓഫർ ഉണ്ട്. വിഷുവിന് മുമ്പ് അഡ്വാൻസ് തന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതെ, ലിമിറ്റഡ് ടൈം ഓഫർ, പെട്ടെന്ന് കാണാം. അല്ല, ഞാൻ ഈ കളിയാക്കും നല്ലാതെ ഒരു കാര്യം നിങ്ങളത് സിമ്പിൾ ആയിട്ട് പറയാം ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇത് ഗെയിം കളിക്കുന്ന ചുമ്മാ ഒരു സാധനമല്ലേ? പക്ഷെ അതല്ല ഗൈസ്.
എന്ന് പറഞ്ഞില്ല ഇവന്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി ഇത്രയിലെത്തി ഇപ്പൊ ഇത്രയും രൂപയിലെത്തി. ഇപ്പോഴാണ് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടാണ് സെർവർ റൺ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ സെർവർ നടത്തുക എന്ന് പറയുന്നത് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇതിൽ ഓരോ സ്ക്രിപ്റ്റിനും ഹോസ്റ്റിനും എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. മന്ത്ലി നമ്മളൊരു ബിൽഡിംഗ് റെന്റ് എടുക്കുന്നത് പോലെ ഹോസ്റ്റിന് റെന്റൽ അടയ്ക്കണം, ഹോസ്റ്റിന് എമൗണ്ട് അടയ്ക്കണം. കുറെ സ്ക്രിപ്റ്റുകൾക്കൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം $500 $600 തുടങ്ങണം. EMI ഉണ്ടോ? EMI സെറ്റപ്പ് ബാങ്കിലോട്ട് ചോദിക്കേണ്ടി വരുവാ. ലോൺ എടുത്തിട്ട് പൈസ എടുത്തിട്ട് അവിടെ അടുത്ത് ഫാൽക്കൺ ഇഷ്യൂ എന്താ ബ്രോ? എനിക്കറിഞ്ഞൂടാ ഫാൽക്കൺ ഇഷ്യൂ ഒന്നും. ഞാൻ MRC-ലുള്ളതല്ല, ഞാൻ TVയുടെ ലീഡറാണ്. അവിടെ എല്ലാം ചോദിക്കേണ്ടി വരും. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. ഞാൻ എന്താ വേറെ ആരും അവരാധിക്കുന്ന ലൈവല്ല. ഞാൻ കണ്ട കോണ്ടന്റ്സ് എന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണ എന്റെ ലൈവാണ്. എടാ സിറ്റി കയറാൻ ട്രൈ ചെയ്യടാ, എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്. കയറിയോ? ഓക്കെ. നമുക്ക് ഭയങ്കര സ്ലോ ആലോ. ആണോ? സ്ലോ ആണോ? അപ്പൊ എന്നാ സിറ്റിയിൽ ഒരു 10 വരെ കിക്ക് ചെയ്തിട്ട് മുച്ചിരിയെ മാത്രമായിട്ട് കയറ്റിയേ. അങ്ങനെയല്ല, ഡൗൺലോഡ് സ്ലോ ആണ്. നമ്മള് മെമ്പേഴ്സ് ആരെന്ന് വെച്ചാൽ മുച്ചിരിയുടെ ലൊക്കാലിറ്റിയിലുള്ള നെറ്റ് തരുന്ന ആളെ വിളിച്ച് തള്ളക്ക് വിളിച്ചേ. മുച്ചിരിക്ക് ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല. എടാ അമ്മയുടെ ഭാഷ ഒന്നും എനിക്ക് അറിഞ്ഞോടാളിയാ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷ് അറിയാം അവർക്ക്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് അടിക്കട്ടെ. എടാ എന്നെ ഒന്ന് ഡിസ്കോഡിൽ നിന്ന് കിക്ക് ചെയ്തേക്കൂടാ. എന്താണ് പറയുന്നത് കേട്ടില്ല ഏട്ടാ.